ഷിബു മീരാൻ, ഇന്ന് കണ്ണൂരിൽ നടന്ന സംഭവവികാസങ്ങളെ ലീഗ് അപലപിക്കുന്നുണ്ട്. സ്മൃതി, ഇന്ന് കണ്ണൂരിൽ നടന്ന ഈ സംഭവം നമ്മളിപ്പോ ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റു. ആ പരിക്കേൽപ്പിച്ചത് KSUക്കാരാണ്. ആ നിലക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച മുഴുവൻ ഫ്രെയിം ചെയ്തു പോകുന്നത്. സ്മൃതി, ഒരാളെ പരിക്കേൽപ്പിക്കണമെങ്കിൽ മിനിമം ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വരണം എന്നുള്ളത് ഞാനും സ്മൃതി ചർച്ചയിലിരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഞൊടിച്ച് പരിക്ക് വരുത്താൻ സമരം ചെയ്ത KSUക്കാർ ഡെലുവിലു ഒന്നും അല്ലല്ലോ. നമ്മളിപ്പോൾ ആദ്യം ആരോഗ്യമന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പോർച്ചിൽ വന്നിറങ്ങുന്നു. പിന്നീട് അവർ അകത്തേക്ക് നടക്കുന്നു. പൊടുന്നനെ KSU പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രത്യക്ഷപ്പെടുന്നു. ആ വരുന്ന KSU പ്രവർത്തകർ അതേ നിമിഷം തന്നെ 10-30 അംഗം വരുന്ന പോലീസ് സേന വളഞ്ഞ്, എനിക്ക് മനസ്സിലാവുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പോർച്ചിലുള്ള ആദ്യത്തെ ബീമിലേക്ക് അവർ ചേർത്ത് നിർത്തിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ പിറകിൽ ആരോഗ്യമന്ത്രി ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവർ ഈ പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് ഈ സമരക്കാർക്ക് നേരെ നടന്നെടുക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ നിന്ന് അവർ ഒച്ച ഇടുന്നുണ്ട്, ആരാണ് വരുന്നത് ചോദിക്കുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് കയറി റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ അവർ നടന്നു പോകുന്നതിനിടയിൽ അവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരോട് നിങ്ങളുടെ ഇവിടെ ക്യാമറയുമായി ഉണ്ടായപ്പോഴേ ഈ സമരം ഞാൻ പ്രതീക്ഷിച്ചതാണെന്ന് പറഞ്ഞ് മെല്ലെ ചിരിച്ചവർ നടന്നു പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ മുഖ്യമന്ത്രിയോടാണെന്ന് തോന്നുന്നു അവർ ഫോണിൽ സംസാരിക്കുന്നു. അവർക്ക് പരിക്ക് പറ്റി എന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഒരു നിലക്കും ഇത് KSU പ്രവർത്തകർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ പരിക്കേൽപ്പിച്ചു എന്ന് വിധി എഴുതാവുന്ന ദൃശ്യങ്ങളോ തെളിവുകളോ നമ്മുടെ മുന്നിൽ ഇല്ലാത്തിടത്തോളം നമ്മൾ അത്തരം ഒരു വിധിയെഴുത്തിലേക്ക് പോകരുത്. കാരണം KSU പ്രവർത്തകരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളോ ഫോട്ടോകളോ നമ്മുടെ കയ്യിലുണ്ടാവണം. ഇവിടെ വളരെ ദൂരെയാണ് KSU പ്രവർത്തകരുള്ളത് എന്നുള്ളത് ദൃശ്യങ്ങൾ, എല്ലാ ചാനലുകളുടെയും ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടാണ് പറയുന്നത്. ഇതുവരെ അങ്ങനെ ഒരു ദൃശ്യം ഇല്ലാത്തിടത്തോളം അങ്ങനെ ഒരു വിധിയെഴുത്തിലേക്ക് നമ്മൾ പോകാൻ സമയമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതിനെ ഇപ്പോൾ അപലപിക്കേണ്ടുന്ന ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് അപലപിക്കേണ്ടത്? സമരത്തെ ആണെങ്കിൽ ഞങ്ങൾ അതിനെ അപലപിക്കുന്നില്ല. ഇപ്പോൾ ആരോഗ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്നതിനിടയിൽ അവിടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അവരെ കടന്നു വരുന്ന റോഡ് ഞങ്ങൾ ഉപരോധിച്ചിട്ടുണ്ട്, ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കണ്ണൂർ ജില്ലാ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഷജീർ ഇക്ബാൽ, അദ്ദേഹം കരിങ്കോടി സമരത്തിന്റെ ഭാഗമായിട്ട് അവർ വരുമ്പോൾ ക്രൂരമായി അദ്ദേഹത്തെ CPMന്റെ പ്രവർത്തകരും പോലീസും ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വേണമെങ്കിൽ ഞാൻ സ്മൃതിക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ അപലപിക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ റിപ്പോർട്ട്, മരണപ്പെട്ടു പോയ ഒരാൾ 5 വർഷമായി ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക വയറ്റിൽ കുടുങ്ങി മരണപ്പെട്ടു പോയതാണ്. അദ്ദേഹത്തിന് മരിച്ചതുപോലും അറിയാതെ ഹിയറിംഗിന്റെ നോട്ടീസ് കൊടുക്കുന്നു. ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ ഇത് കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി തകർക്കാനുള്ള ശ്രമമാണെങ്കിൽ ഞങ്ങളുടെ ചോദ്യം ഹർഷീനയും ഉഷാ ജോസഫും നേരത്തെ മരണപ്പെട്ട അദ്ദേഹവും ഒക്കെ അവർ കത്രിക എടുത്ത് വിഴുങ്ങിയതാണോ എന്ന ചോദ്യം വരും. വേണു എന്നൊരാൾ തിരുവനന്തപുരത്ത് ആശുപത്രിയുടെ തണുത്തുറഞ്ഞ തറയിൽ കിടന്ന് പുറത്തുവിട്ട വോയിസ് ഞങ്ങൾ കേട്ടത് ഇതേ മാധ്യമങ്ങളിലൂടെയാണ്. എന്നെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ജസ്മീർ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യയും കേരളത്തിലെ ഒരു ആശുപത്രിയുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ആ മനുഷ്യൻ എനിക്ക് 2 കുട്ടികളുണ്ടെന്ന് വാവിട്ട് കരയുന്നതും ഭർത്താവിനടുത്തേക്കും ആ ആശുപത്രിയുടെ ഗേറ്റിലേക്കും ഈ സ്ത്രീ മാറി മാറി ഓടുന്നതുമായ ദൃശ്യങ്ങൾ അത് നമ്മൾ വളരെ കൃത്യമായി നേരിൽ കണ്ടവരാണ്. ജസ്മീർ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ആത്മഹത്യ ചെയ്തതല്ല. പുനലൂരിൽ നിയ ഫൈസൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലത്താണ് ഈ പേവിഷബാധയേറ്റ് മനുഷ്യർ മരിക്കുന്നത് നമുക്ക് ഓർമ്മയിലുള്ളൂ. അങ്ങനെ ഒരു കുട്ടി മരണപ്പെടുന്നു, വാക്സിനേഷനിലെ പ്രശ്നമാണ്. എന്നാൽ കുടുംബം ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ മുന്നിലാണ്. അപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെല്ലാം ഭദ്രമാണ് എന്ന് ചാനലുകൾ കാണുന്ന, വാർത്തകൾ വായിക്കുന്ന ആർക്കും പറയാൻ കഴിയാത്തിടത്തോളം ഈ സമരങ്ങൾക്ക് സാങ്കത്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു കൃത്യമായി എവിഡന്റായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ പരിക്കേൽപ്പിച്ചത് KSU പ്രവർത്തകരാണ് എന്ന് പറയാവുന്ന ഒരു കാര്യവും ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. ഇനി ഇത് തുറന്ന് ആരോ സ്വിച്ചിട്ടതുപോലെ തിരക്കഥ ഈ സംസാരിക്കുന്ന നിമിഷം പോലും സ്മൃതി കേരളത്തിൽ ഉടനീളം പുതിയ യാത്രയുടെ ബാനറുകൾ നശിപ്പിക്കുന്നു, കോൺഗ്രസിന്റെ ബാനറുകൾ നശിപ്പിക്കുന്നു, യൂത്ത് കോൺഗ്രസിന്റെ കൊടിയെ കത്തിക്കുന്നു, വ്യാപകമായി UDFന്റെ പ്രചരണ ബോർഡുകൾക്കെതിരെ കേരളത്തിൽ ഉടനീളം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവസരം കാത്തിരുന്നത് പോലെ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന തുടർച്ചയായ വീഴ്ചകളെ ട്വിസ്റ്റ് ചെയ്യാൻ ആരൊക്കെയോ ബോധപൂർവം തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഇന്നത്തെ സംഭവങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കാനുള്ള ഞങ്ങളുടെ ന്യായം ഇവർ പറയുന്നത് പോലെ അത്തരമൊരു തെളിവോ ദൃശ്യങ്ങളോ ഇല്ല. ഈ കാഫർ സ്ക്രീൻഷോട്ടൊക്കെ ഒരു രാത്രി പുറത്തുവിട്ട് ദിവസങ്ങളോളം യൂത്ത് ലീഗിനെ മുൻമുലയിൽ നിർത്തിയവരാണ് ഈ CPMന്റെ സൈബർ സംവിധാനം. CPMന്റെ ഒരു സൈബർ അധോലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അധോലോകം തയ്യാറാക്കുന്ന സൈബർ രംഗത്തുനിന്ന് വന്ന ദൃശ്യങ്ങളല്ലല്ലോ, നമ്മൾ അങ്ങനെയല്ലല്ലോ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. മന്ത്രി തന്നെ പരാതി ഉന്നയിക്കുകയാണ്. മന്ത്രി ഇപ്പോൾ ICUയിലാണ്. ഞാൻ അതാണ് പറയുന്നത്.
ശരി, മന്ത്രി ICUലാണ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ സ്മൃതി, മന്ത്രിയുവിന് ICUയിൽ പോകാൻ മാത്രം പരിക്കേൽപ്പിച്ചത് KSU പ്രവർത്തകരാണ് എന്ന് തെളിയിക്കാൻ പോകുന്ന ദൃശ്യങ്ങളോ മറ്റ് വിഷ്വൽസോ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടോ? നോക്കട്ടെ, ഞങ്ങൾ കാണുന്ന ദൃശ്യങ്ങളിൽ ആരോഗ്യമന്ത്രിയോട് വളരെ ദൂരെയാണ്. രണ്ട് KSU പ്രവർത്തകർ എവിടെയുള്ളൂ? 10-40 പോലീസുകാരുണ്ട്. ശരി, പി മുഹമ്മദ് ഷമ്മാസ്, അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് തിരക്കഥ ഇട്ടതുപോലെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി സൈബർ ഇടങ്ങളിൽ നിന്ന് പ്രചരിക്കുന്ന ഈ കള്ളക്കഥ നേരത്തെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഷിബു മീരൻ, വ്യത്യാസമുണ്ട്. Debate with Smriti Parathikkad.